എന്ത് കാര്യത്തെക്കുറിച്ചും വസ്തുനിഷ്ഠമായിട്ടും കൃത്യമായിട്ടും അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റുകളുടെ സഹായത്താൽ പഠിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് കാര്യവും നമ്മൾ പുറത്തേക്ക് പറയാവുള്ളൂ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ്, നമുക്കുണ്ടാകുന്ന ഒരു വില ഭയങ്കര വലുതായിക്കോട്ടെ. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ഞങ്ങളുടെ ഈ MLA. ലോകത്ത് ഏറ്റവും നല്ല രീതിയിൽ കോവിഡിനെ മാനേജ് ചെയ്ത് ഞങ്ങളാണ് എന്ന വലിയ പ്രതീതി ഉണ്ടാക്കി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അവസാനം ഏറ്റവും ഒടുവിൽ ഞാൻ ഓർത്തു പോകുന്നത് കേരളത്തോട് പറയാണ്, എങ്ങനെയാണ് കോവിഡിനെ നിങ്ങൾ ഇത്ര സമൃദ്ധമായി നേരിടുന്നതെന്ന് അമേരിക്കയിൽ നിന്ന് ഫോൺ ചെയ്ത് ചോദിച്ചു എന്ന് പറയാണ് നമ്മൾ അതുവരെ ഈ കേരളം ചർച്ചയുടെ സ്ഥിതി ഉണ്ടായി. എന്നിട്ട് ഇപ്പോൾ വരുന്ന കണക്കുകൾ എന്താണ്? കോവിഡിൽ ഏറ്റവും കൂടുതൽ മരണനിരക്കുണ്ടായ സംസ്ഥാനം ഒന്ന് കേരളമാണെന്നും ആ കണക്കുകൾ മറച്ചു വെച്ചു എന്നും ഉള്ള കാര്യങ്ങൾ പുറത്തു വന്നു. അപ്പൊ നിങ്ങൾ പലരും ഇപ്പോഴും വിശ്വസിക്കണമെന്ന് എനിക്കറിയാം. കേരളത്തിലെ കേന്ദ്ര സർക്കാർ റാങ്ക് നമ്പർ 1 കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് വെറുതെ പറയുന്നതാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, സ്വാഭാവികമായിട്ട് ഫാക്ട്സ് ചർച്ച ചെയ്യുന്നതിന് തെറ്റില്ലല്ലോ. സർ, ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഇൻഡസ്ട്രി 4 കഴിഞ്ഞ് ഇൻഡസ്ട്രി 5ലേക്ക് കടന്ന കാലഘട്ടമാണ്. നിങ്ങൾ കൊണ്ടുവന്ന റിഫോം എന്താണ്? നിങ്ങൾ കൊണ്ടുവന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഭാഗമായിട്ട് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് അല്ലെങ്കിൽ K-Swift വഴി എല്ലാത്തിനും അനുമതി കൊടുക്കുന്നത്. ആത്മാർത്ഥമായിട്ട് പറയണം, K-Swift വഴി അനിയന്ത്രിതമായി നിങ്ങൾ ഇൻഡസ്ട്രീസിന് അനുവദിച്ചപ്പോൾ ഏത് ഇൻഡസ്ട്രിയാണ് സാർ വന്നത്? ഏത് ഇൻഡസ്ട്രിയാണ്? ഞങ്ങളുടെ ചുറ്റും കണ്ട കാഴ്ചകൾ പറയാം. അനിയന്ത്രിതമായി ഒരുപാട് പ്ലൈവുഡ് ഫാക്ടറികൾ വന്നു, ഒരുപാട് ടാർ പ്ലാന്റുകളോ അങ്ങനെയുള്ള ബിസിനസ്സുകൾ വന്നു. ഞാൻ ബഹുമാനായ മുഖ്യമന്ത്രി ഇവിടെയുണ്ട്, അദ്ദേഹത്തോട് എനിക്ക് ഒരു അവസരം കിട്ടിയപ്പോൾ ആകെ നേരിട്ട് പറഞ്ഞ ഒരേ ഒരു കാര്യം, അതായത് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തൊരു നിയമമില്ല. അതായത് ഒരു പ്ലൈവുഡ് ഫാക്ടറിക്ക് വേണ്ട പാരാമീറ്റേഴ്സും നോംസും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ അടുത്ത് വന്നാൽ അതിനെ നിയന്ത്രിക്കാനുള്ള പാരാമീറ്റേഴ്സ് ഇല്ല. ഇത് കൂണ് മുളയ്ക്കുന്ന പോലെ ചുറ്റും വരുമ്പോൾ ഒരു ക്ലസ്റ്റർ സിറ്റുവേഷൻ ഫോം ചെയ്യുമെന്നും അത് അഡ്രസ് ചെയ്യാനുള്ള ലോ നമ്മുടെ കയ്യിൽ ഇല്ല എന്നും അത് ഗുരുതരമായ അപകടത്തിലേക്കും പരിക്കിലേക്കും കൊണ്ടുപോകുമെന്ന് അങ്ങോട്ട് നേരിട്ട് ഞാൻ ഏതാണ്ട് 1.5 വർഷം മുമ്പ് പറഞ്ഞു, വി നീഡ് എ ലോ. പക്ഷേ ഈ K-Swift വന്നാണ്. പക്ഷെ ഏതായിരുന്നു സാർ വേണ്ടിയിരുന്നത്? ഇൻഡസ്ട്രി 4 and 5 എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും റോബോട്ടിക്സിന്റെയും അതുപോലെ 3D പ്രിന്റിങ്ങിന്റെയും ഒക്കെയാണ്. കാലം മാറുന്നതനുസരിച്ച് മാറാതിരിക്കാൻ കഴിയില്ലല്ലോ. കാലഘട്ടം മുഴുവൻ കടന്നുപോയി. എല്ലാ അവസരവും ഒരു യുവത്വത്തിന് ഒരു തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ റിയലൈസ് ചെയ്തിട്ട് എന്ത് കാര്യം? അത് കാലം മാറിയിട്ടല്ല മാറേണ്ടത്. കാലത്തില് ഉണ്ടാകാൻ പോകുന്ന മാറ്റം മുൻകൂട്ടി കണ്ട് മാറുന്നതിലാണ് ഒരു ഭരണകർത്താവിന്റെയും ഭരണാധികാരിയുടെയും പാർട്ടിയുടെയും പ്രത്യയശാസ്ത്രത്തിന്റെയും വിജയം.